കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. യേശു കർത്താവ് എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ, എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് മടി കൂടാതെ വിശ്വാസത്തോടെ, കുറച്ചുകൂടി ഇറങ്ങി പറഞ്ഞാൽ ധൈര്യമായിട്ട് അത് ചെയ്യാൻ കഴിയുന്ന എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. കർത്താവ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ധൈര്യത്തോടെ ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്തോ ഇന്ന് പരിശുദ്ധ ആത്മാവ് ആരെ നോക്കി പ്രവചനാത്മാവിൽ കൈമാറുകയാ. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഹല്ലേലൂയ മടി കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കട്ടെ. നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ, നിന്നോട് ഒരിടത്തേക്ക് പോകാൻ പറഞ്ഞാൽ, നിന്നോട് കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, നിന്നോട് പാടുവാൻ പറഞ്ഞാൽ, ഇന്ന വചനം നീ ഇന്ന് രാത്രി വായിക്കണമെന്ന് പറഞ്ഞാൽ, ഇന്നയാൾക്ക് വേണ്ടി നീ ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ, അത് ധൈര്യത്തോടെ അഭിഷേകത്തോടെ ചെയ്യുവാൻ, ഹല്ലേലൂയ, കഴിവുള്ള, ചങ്കൂറ്റമുള്ള, ധൈര്യമുള്ള ഒരു തലമുറ. യേശു കർത്താവ് എന്തു പറഞ്ഞാലും അത് ചെയ്യുവാനുള്ള മനസ്സുണ്ടായിരിക്കണം. 2, അത് വിശ്വാസത്തോടെ ചെയ്യണം. ഹല്ലേലൂയ. അവിടെ എന്താ ഏതാന്നുള്ള ചോദ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് നീ കറക്റ്റായിട്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ, നീ അതിന് കറക്റ്റായി റെഡിയായി അതിൻ്റെ കാര്യങ്ങൾ നീ ചെയ്താൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു മഹത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്നോട് ദൈവം ചിലത് പറഞ്ഞത് ചെയ്യുവാൻ കഴിയാതെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ മടുത്തു നിൽക്കുന്ന, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ക്ഷീണിച്ചിരിക്കുന്ന, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, കർത്താവ് പറഞ്ഞത് ചെയ്യാൻ റെഡിയാക. അതിന്റെ പിന്നിൽ നിന്നെ തേടി എന്തോ ഒരു വിടുതൽ വെളിപ്പെടാനുണ്ട്. നിനക്ക് വേണ്ടി എന്തോ ഒരു വിടുതൽ വെളിപ്പെടാനുണ്ട്. ദൈവം പറഞ്ഞ വാക്കിനു വേണ്ടി നീ സ്റ്റെപ്പ് എടുത്ത് വെക്കാമെങ്കിൽ നിന്റെ മുന്നിൽ കാണുന്ന സകല വഴികൾ അടഞ്ഞാലോ, നിന്റെ മുന്നിൽ ഏത് വഴികൾ അടഞ്ഞാലോ നിനക്ക് വേണ്ടി അസാധാരണമായ ഒരു വഴി തുറന്ന്, ഹല്ലേലൂയ, മനസ്സിലാകുന്നവർ, ഹല്ലേലൂയ, ആഴത്തിൽ ദൂതേറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഇന്ന് ചിലരുടെ മേലൊക്കെ അസാധാരണമായ ചില ദൈവപ്രവൃത്തി നടക്കാൻ തുടങ്ങുകയാ. ദൈവം പറഞ്ഞത് ധൈര്യത്തോടെ ചെയ്യുവാൻ ചിലരെ കർത്താവിന്റെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുകയാ. ഹല്ലേലൂയ. എവിടൊക്കെയോ മടുത്ത് നിൽക്കുന്ന ചിലതിനെ, എവിടൊക്കെയോ ക്ഷീണിച്ചിരിക്കുന്ന ചിലതിനെ, സാഹചര്യങ്ങൾ കൊണ്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ചിലതിനെ ആത്മാവിന് ധൈര്യത്തോടെ പുറത്തിറക്കുന്ന, ദൈവശബ്ദം കേട്ടിട്ടുണ്ട് സിസ്റ്ററെ, എനിക്ക് സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നില്ല. ദൈവശബ്ദം കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ആഗ്രഹമുണ്ട്, എനിക്ക് കഴിയുന്നില്ല. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്നോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നീ അത് ചെയ്യാൻ തയ്യാറായ, ഓ ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞതൊക്കെ നിനക്ക് ഇന്നലെ വരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നാളിതുവരെ കർത്താവ് നിന്നോട് പറഞ്ഞതിന് വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, കർത്താവേ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് ഞാൻ റെഡിയാണ്, ഇന്ന് ഞാൻ റെഡിയാണ്. പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം നിന്റെ അകത്ത് വീണിട്ടുണ്ടെങ്കിൽ, ഇന്ന് വരെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പാ ഞാൻ ഈ സെക്കൻഡിൽ തയ്യാറാണെന്ന്. ഹല്ലേലൂയ. ഒരു വചനം വായിക്കാനാണോ നിന്റെ മേലൊരു കൃപയുള്ളത്? പലപ്പോഴും നിനക്കതിന് കഴിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കത് കഴിയുന്നില്ലെങ്കിൽ നീ ആത്മാവിൽ പറ, കർത്താവേ ഇന്ന് ഞാൻ അതിന് റെഡിയാ. ഹല്ലേലൂയ. 10 വീട് കയറി സുവിശേഷം പറയാനാണോ നിന്റെ മേൽ കിടക്കുന്ന കോളിങ്? എനിക്കത് കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് വചനം നിന്നോട് ഇടപെടുകയാ. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ, കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ, ഓ ചിലരുടെ കാലുകളെ കർത്താവ് ചലിപ്പിക്കുകയാ. കർത്താവ് മൂവ് ചെയ്യിപ്പിക്കുന്നു, കർത്താവ് മൂവ് ചെയ്യിപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആരൊക്കെയോ മടുത്തു മാറിയ ചില മേഖലകളിൽ, മടുത്തു പിന്മാറിയ ചില മേഖലകളിൽ, ഭയന്ന് പിന്മാറിയ മേഖലകളിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കുന്നെന്ന്, ദൈവം നിന്നെ ശക്തമായി
ചൂടലഭ ശംദരാധന കർത്താവ് എന്തെങ്കിലും പറഞ്ഞ അത് ചെയ്യാനൊന്ന് റെഡിയാകും ദൈവമക്കളെ. 2025 മൂന്നാം മാസം കടന്നു പോകുമ്പോ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നാളിതുവരെ അതിന് സ്റ്റെപ്പ് വെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതാ ഇന്ന് രാത്രി നിനക്കൊരു ചാൻസ് കൂടെ കർത്താവ് തരികയാ. ഒരു സെക്കൻഡ് ചാൻസ് എന്ന് പറഞ്ഞ നിനക്ക് സ്വർഗത്തിലെ ദൈവം എവിടൊക്കെയോ നിന്നെ കർത്താവിന് ഒത്തിരി ഉപയോഗിക്കാനുണ്ട്. എവിടൊക്കെയോ നിന്നെ കൊണ്ട് എന്തൊക്കെയോ ദൈവത്തിന് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ അത് ശൂന്യതയാണെങ്കിൽ ഹല്ലേലൂയ ശൂന്യതയ്ക്കകത്തേക്ക് വലയിറക്കാനാ പത്രോസിനോട് പറഞ്ഞത്. ശൂന്യതയ്ക്കകത്തേക്ക് വലയിറക്കാനാ പത്രോസിനോട് പറഞ്ഞത്. പത്രോസേ, നിന്റെ റീസൺ അവിടെ മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ വാക്കിന് പിന്നിൽ നീ വലയിറക്കാൻ തയ്യാറാണെങ്കിൽ ശൂന്യതയ്ക്കകത്തൊരു ദൈവ മഹത്വം വെളിപ്പെടുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പത്രോസിന് പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. എന്തോ ഇന്ന് പരിശുദ്ധാത്മാവ് ആരെയോ നോക്കി കൈമാറുകയാ. നിനക്കും പറയാൻ ഒത്തിരി റീസണുകളുണ്ട്. ഹല്ലേലൂയ. നിനക്കും പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഇറങ്ങിത്തിരിക്കുവാൻ കഴിയുന്നില്ല, സ്റ്റെപ്പ് വെക്കുവാൻ കഴിയുന്നില്ല, കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നില്ല, പ്രയോജനപ്പെടാൻ കഴിയുന്നില്ല. വീടിന്റെ സാഹചര്യം, സമയമില്ലായ്മ, അല്ലെങ്കിൽ മറ്റു സാധ്യതകളില്ലായ്മ. എന്തോ പരിശുദ്ധ ആത്മാവ് കൈമാറുന്നു. ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിലെ ദൈവം നിനക്കൊരു സെക്കൻഡ് ചാൻസ് തരികയാ. കർത്താവ് പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, കർത്താവ് പറയുന്നത് പോലെ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചുമ്മാതെ പറയത്തില്ല നിന്നോട്, ചുമ്മാതൊന്നും പറയത്തില്ല. നിന്നോട് എന്തെങ്കിലും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നീ കാണാത്തൊരു മഹത്വം. ചുമ്മാതെ നിന്നോട് പറയത്തില്ല പത്രോസേ വലയിടാൻ, ചുമ്മാതെ നിന്നോട് പറയത്തില്ല പത്രോസേ വലയിറക്കാൻ. ഹല്ലേലൂയ. അതിന്റെ പിന്നിൽ നിനക്ക് വേണ്ടി എന്തോ ഒന്ന് മറഞ്ഞു കിടപ്പുണ്ട്. അതിന്റെ പിന്നിൽ എന്തോ ഒന്ന് നിനക്ക് വേണ്ടി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാ, നിന്നോട് വലയിറക്കാൻ പറഞ്ഞ സംശയം കൂടാതെ നീ സ്റ്റെപ്പ് വെക്ക്. ശുശ്രൂഷയുടെ ചില വാതിലുകൾ നിന്നോട് തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ധൈര്യമായി നിൽക്ക്. ദേശത്തെ പൈശാചിക മണ്ഡലത്തോട് പടവെട്ടുവാനൊരു അഭിഷേകം കർത്താവ് ശക്തമായി തുറക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരൊക്കെയോ പുറത്തു വരികയാ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ആരൊക്കെയോ പുറത്തു വരുന്നു, ആരൊക്കെയോ അസാധാരണമായ നിലയിൽ പുറത്തു വരികയാ. നാളിതുവരെ ഒതുങ്ങിപ്പോയതാ. ദൈവശബ്ദം കേട്ടിട്ട് നിനക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. ദൈവശബ്ദം കേട്ടിട്ട് നിനക്ക് പ്രയോജനപ്പെടാൻ കഴിയുന്നില്ലേ? ദൈവശബ്ദം കേട്ടിട്ട് ഉപയോഗിക്കപ്പെടാൻ കഴിയുന്നില്ലേ? ഇന്ന് സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുന്നു ചില വഴികൾ. സ്വീകരിച്ചോ. വിട്ടുകളയരുതേ ദൂത് യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ചിലരെ ഉപയോഗിക്കുന്നു. കർത്താവ് ചിലരെ പുറത്തു കൊണ്ടുവരുന്നു. സുമയാന്റി ഇത് സ്വീകരിച്ചോ. വിട്ടുകളയരുത്. ഒരസാധാരണമായ കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോ. അതിന്റെ പിന്നിൽ ഒരു മഹത്വം വെളിപ്പെടുന്ന സീസൺ. ആയിരിക്കുന്ന രാജ്യത്തിനകത്ത് കേട്ട ദൈവ ശബ്ദത്തിന് സ്റ്റെപ്പ് വെച്ചോ. അതിന്റെ പിന്നിൽ ഒരു ദൈവ പ്രവൃത്തി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. എനിക്കറിയാം, ഭയങ്കര ദൈവ സാന്നിധ്യം തുറക്കുകയാ യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മ പ്രവചിക്കുകയാ. ചില ദൈവ ശബ്ദത്തിന് സ്റ്റെപ്പ് വെച്ചോ. ഇന്ന് ഈ ദൂത് കേൾക്കാനാ ഇതിനകത്ത് കർത്താവ് കൊണ്ടുവന്നത്. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് അത് ചെയ്തോ. യേശുവിന്റെ അമ്മ അവരോട് പറയുകയാ. കാരണം
കാരണം ആ മാതാവിനറിയാം ചുമ്മാതൊന്നും പറയത്തില്ല, ചുമ്മാതൊന്നും പറയത്തില്ല. ചുമ്മാതെ പറയത്തില്ല. വെറും വാക്ക് പറയുന്നവനല്ല നിന്റെ ദൈവം, വെറും വാക്ക് പറയുന്നവനല്ല, ഒരു വാക്ക് പറഞ്ഞ് നിന്നെ ആശിപ്പിക്കുന്നവനല്ല. നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറും വാക്ക് പറഞ്ഞ് നിന്നെ ആശിപ്പിക്കുന്നവനല്ല. നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നിവർത്തിപ്പാൻ കർത്താവ് വെറും വാക്ക് പറയത്തില്ല ദൈവമക്കളെ. കർത്താവ് വെറും വാക്ക് പറയത്തില്ല. ഈ ഏപ്രിൽ മാസം പ്രാരംഭ ദിവസങ്ങളില് ഈ ആദ്യ ആഴ്ച എന്റെ മുന്നിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ കർത്താവ് വെറും വാക്ക് പറയത്തില്ല. സന്ധ്യ സിസ്റ്ററെ വെറും വാക്ക് പറയത്തില്ല. സ്വീകരിച്ചോ ദൂത് വെറും വാക്ക് പറയത്തില്ല. നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വിടുതൽ മറഞ്ഞു കിടപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ ശക്തമായി അനുഭവിക്കുക. ഇതൊരു ഓഫ്ലൈൻ മീറ്റിംഗ് ആയിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുകയാ നിങ്ങളോട് ചേർന്നിരുന്ന്. ഇത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. എനിക്കറിയാം ഇന്ന് രാത്രി ചിലരെ കർത്താവ് ശക്തമായി പുറത്തു കൊണ്ടുവരൂ. ദൈവ ശബ്ദത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ, ദൈവ ശബ്ദത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ജനറേഷൻ, ദൈവ ശബ്ദത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പറ്റം ജനം ഇതിനകത്തു നിന്ന് ഇന്ന് രാത്രി ആത്മാവിൽ എഴുന്നേൽക്കുന്നു. ചൂടാബാല ഹസ്തര ഷീന ആന്റണി സ്വീകരിച്ചോ. അസാധാരണ ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്റെ കുടുംബത്തെ നോക്കി കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ നോക്കി കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമായി നീ സ്റ്റെപ്പ് എടുത്ത് വെച്ചോ. ധൈര്യമായി നീ അതിനു വേണ്ടി റെഡി ആയിക്കോ. വായ്ത്തത്വം മരിക്കത്തില്ല. ദൈവ ശബ്ദത്തെ കുഴിച്ചു മൂടാൻ, ദൈവ ശബ്ദത്തെ പിടിച്ചു വെക്കാൻ എനിക്കറിയത്തില്ല, വചനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുപോലെ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാ. അസാധാരണമായ ദൈവ സാന്നിധ്യം. ദൈവ ശബ്ദത്തെ പിടിച്ചൊതുക്കുവാൻ ലോകത്തിന്റെ ഒരു ശക്തിക്ക് കഴിയത്തില്ല, ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവ ശബ്ദത്തിന് മുകളിൽ പ്രവർത്തിക്കുവാൻ ഒരു ദേശത്തിന്റെ ശക്തിക്കോ ഒരു പൈശാചിക കുടിയിരിപ്പിനോ ഒരു അന്ധകാരത്തിന്റെ ശക്തിക്കോ തൊടുന്നല്ലോ. ചിലരെ അസാധാരണ ശാലി സിസ്റ്റർ സ്വീകരിച്ചോ. ഭയങ്കരമായ ദൈവശക്തി ശരീരത്തിൽ ഞാൻ കാണുകയാ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിനു വേണ്ടി നിന്നുകൊടുത്തു. നിന്റെ മേൽ അതിനുള്ള അഭിഷേകത്തെ കർത്താവ് തുറക്കുന്നു. ഞാൻ കാണുന്നു ചിലരുടെ ശരീരങ്ങളിലൊക്കെ വഹിക്കാൻ കഴിയാത്തൊരു ദൈവശക്തി തൊടുന്നത് പോലെ. വഹിക്കാൻ കഴിയാത്തൊരു ദൈവശക്തി. എനിക്കറിയാം ചിലരെ കർത്താവ് ശക്തമായി തൊട്ടുകൊണ്ടിരിക്കുകയാ. ഈ വചനം ശക്തമായി ചില തൊട്ടുകൊണ്ടിരിക്കുകയാ. നിർത്തുവാൻ കഴിയാത്ത, വഹിക്കാൻ കഴിയാത്ത ഒരു വലിയ ദൈവ സാന്നിധ്യം ചിലർ ശക്തമായി അനുഭവിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതങ്ങ് ചെയ്തേക്കണം, നിങ്ങൾ അതങ്ങ് ചെയ്യുവീൻ. ഈ മാതാവ് ശിഷ്യന്മാരോട് പറയുകയാ, അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുകയാ, എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങ് ചെയ്യണം. കാരണം ചുമ്മാതെ ഒന്നും പറയത്തില്ല. ഇവിടെ നടക്കുന്ന പ്രശ്നത്തിന്റെ പരിഹാരം അവന്റെ വാക്കിനകത്തുണ്ട്.
ഇവിടെ നടക്കുന്ന വിഷയത്തിന്റെ പരിഹാരം ഹല്ലേലൂയ അവൻ പറയുന്ന വാക്കിനകത്തുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിന്റെ പരിഹാരം ദൈവത്തിന്റെ വാക്കിനകത്തുണ്ട്. നീ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിന്റെ പരിഹാരം, നീ അഭിമുഖീകരിക്കുന്ന, നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഹല്ലേലൂയ തടസ്സമായി നിൽക്കുന്ന, നിന്നെ ശൂന്യതയ്ക്കകത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആ പ്രശ്നത്തിന്റെ പരിഹാരം അവന്റെ വാക്കിനകത്തുണ്ടാകൂ. അതുകൊണ്ട് ശുശ്രൂഷക്കാരോട് പറയുകയാ, ഹല്ലേലൂയ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ഹല്ലേലൂയ ആ സാഹചര്യത്തിനകത്ത് അവർക്ക് ആർക്കും മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ഹല്ലേലൂയ വലിയൊരു പരാജയത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന കല്യാണ വീട്, വലിയൊരു ശൂന്യതയ്ക്കകത്ത് നിൽക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാനെങ്ങനെ ചിന്തിക്കുകയാണ്, ആളുകൾ ഒഴുകി വരുന്നു, ആളുകൾ ഒഴുകി വരികയാ, അവർക്ക് കൊടുക്കുവാൻ വീഞ്ഞില്ല. ഇന്ന് രാത്രി എന്തോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നിനക്ക് കഴിയാത്ത വിഷയങ്ങളുമായി, നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ വിഷയവുമായി ഇന്ന് രാത്രി എന്നെ ആരോ കേൾക്കുന്നു. കർത്താവേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ നിസ്സഹായനാ, ഞാൻ നിസ്സഹായനാ, എനിക്ക് കഴിയുന്നില്ലപ്പാ, എനിക്ക് കഴിയുന്നില്ല, എൻ്റെ നിസ്സഹായ അവസ്ഥയ്ക്കകത്ത് അങ്ങൊന്നിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരോ ഇന്ന് രാത്രി എന്നെ കേൾക്കുകയാ. സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിയാത്ത വിഷയത്തിനകത്ത് ദൈവത്തിന് പരിഹാരമുണ്ട്. നിനക്ക് കഴിയാത്ത വിഷയത്തിനകത്ത് ദൈവത്തിന് പരിഹാരമുണ്ട്. ഏതു വിഷയമാ നിന്റെ ഭാരം, ഏത് വിഷയമാ നിനക്ക് ദൈവം പരിഹരിച്ചു തരണ്ടേ, ഒന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞാട്ടെ, കർത്താവേ എന്റെ വിഷയം എനിക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. ജനം ഒഴുകി വരുമ്പോൾ ആ ജനത്തിന് കൊടുക്കുവാൻ തക്ക വീഞ്ഞി കൂടാരത്തിലില്ല. ഞാനങ്ങ് ചിന്തിക്കുകയാണ്, ആ വീട്ടിലെ പിതാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരിക്കും. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒരു വീഞ്ഞുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ മിനിറ്റിൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, ആ മിനിറ്റിൽ ഒരിക്കലും നടക്കത്തില്ല. വീഞ്ഞില്ല എന്ന് പറയാൻ കഴിയത്തില്ല. തല കുനിച്ചു നിൽക്കുന്ന സമയം, അപമാനിക്കപ്പെടുന്ന സമയം, നിന്ന കേൾക്കുന്ന സമയം, എനിക്കറിയത്തില്ല, പരിഹാസം കേൾക്കുന്ന സമയം, ഒരു പക്ഷെ ഹല്ലേലൂയ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സമയം, എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ നിൽക്കുമ്പോ ആ വീടിനകത്ത് പരിഹാരം തരുവാൻ കഴിവുള്ള ഒരു യേശു വന്നിട്ടുണ്ട്. നീ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോ ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് പരിഹാരം തരുവാൻ ഒരുവനുണ്ട്. അവന്റെ പേരാണ് യേശു. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോ ഈ മാതാവ് ഈ സാഹചര്യത്തെ മനസ്സിലാക്കി, ഈ സാഹചര്യത്തെ മനസ്സിലാക്കി. എന്നിട്ട് തൻ്റെ മകനോട് ചെന്ന് പറയുക, അമ്മയുടെ സ്വാതന്ത്ര്യമൊക്കെ വെച്ചിട്ട് ചെന്ന് യേശുവിനോട് പറയുക, അവർക്ക് വീഞ്ഞില്ല. ഉടനെ യേശു പറഞ്ഞൊരു പദമുണ്ട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഞാനിങ്ങനെ ചിന്തിക്കുകയാണേ, എന്തായാലും യേശു കർത്താവ് അവിടെ വീഞ്ഞ് റെഡിയാക്കി കൊടുക്കും. എന്നാൽ പിന്നെ ഈ അമ്മ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടത് ചെയ്തില്ല? ദൈവത്തിനെല്ലാത്തിനും ഒരു സമയമുണ്ട്, ദൈവത്തിനെല്ലാത്തിനും ഒരു സമയമുണ്ട്. അപമാനിക്കപ്പെട്ട് നിന്റെ തല കുനിയുന്നതിന് മുന്നേ തല കുനിയുന്നതിന് മുന്നേ ദൈവ മഹത്വം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ എപ്പോ നീ പരാജയമെന്ന് തോന്നുന്നോ, എപ്പോ നീ പരാജയപ്പെട്ടെന്ന് ചിന്തിക്കുന്ന ആ സെക്കൻഡിൽ
നിനക്ക് വേണ്ടി ഒരു ദൈവ മഹത്വം വെളിപ്പെടും. പരാജയപ്പെടത്തില്ല ദൈവമക്കളെ. എന്തോ ആരോടോ പരിശുദ്ധാത്മ പ്രവചിക്കുകയാ, നിങ്ങൾ പരാജയപ്പെടത്തില്ല, നീ പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചു പോകത്തില്ല, നീ പരാജയപ്പെട്ടു പോകത്തില്ല, നീ തളർന്നു പോകത്തില്ല, നീ അപമാനിക്കപ്പെടത്തില്ല. നോക്കിയോ, വീഞ്ഞില്ലെങ്കില് ഈ വീടിന്റെ ഒരു അവസ്ഥ. നാളെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും പറയും വലിയ കല്യാണമൊക്കെ വെച്ചു, ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി, എന്നിട്ട് എന്തേ ഞങ്ങൾ ചെന്നപ്പോൾ ആ വീടിനകത്ത് തരാനൊന്നുമില്ല. ഇപ്പോഴത്തെ കാലഘട്ടമാണെങ്കിൽ അടിപിടിയും കൂടെ ഉണ്ടാകും. അവിടെ പപ്പടത്തിന് വരെ അടി നടന്ന കാലഘട്ടമാണ് കല്യാണത്തിന് ചെന്നപ്പോൾ. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ആ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നീ ദേശത്ത് പരസ്യകോലമാകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. പിശാച് അതിനൊക്കെ ഉള്ള പദ്ധതി നിന്റെ കൂടാരത്തിനകത്ത് ഒരുക്കും, അതിനുള്ള പ്ലാനുകൾ കൊണ്ടുവരും, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് കൊണ്ടുവരും, നിന്റെ തലമുറയുടെ മേൽ ഇടും. പക്ഷെ ഞാൻ പറയട്ടെ, പരസ്യകോലമാകത്തില്ല, പരസ്യകോലമാകത്തില്ല. ആരോടോ പരിശുദ്ധ പ്രവചിക്കുക, ഹല്ലേലൂയ, പരസ്യകോലമാകത്തില്ല. നിന്റെ ഭാവി ഹല്ലേലൂയ അപമാനിക്കപ്പെട്ടു പോകത്തില്ല, നിന്റെ തലമുറ അപമാനിക്കപ്പെട്ടു പോകത്തില്ല. ഓ, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തേണ്ടതിന് പറഞ്ഞ ദൈവമക്കളെ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ. ഓ, ഇന്ന് രാത്രി താണിരിക്കാൻ എത്ര പേർ തയ്യാറാണ്? ഇന്ന് രാത്രി താണിരിക്കാൻ എത്ര പേർ തയ്യാറാണ്? അവന്റെ ബലമുള്ള കൈ കീഴിൽ, അവന്റെ ബലമുള്ള കൈ കീഴിൽ. നീ എങ്ങും ഓടണ്ട, നീ എങ്ങും ഓടണ്ട, നീ എങ്ങും വീഞ്ഞിന് വേണ്ടി പോകണ്ട. ഹല്ലേലൂയ. നീ എങ്ങും ഓടിപ്പോകണ്ട. മറ്റൊരുവരിൽ നിനക്ക് രക്ഷയില്ല. നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. നീ താണിരിക്കാൻ തയ്യാറാണെങ്കിൽ. യേശു കർത്താവിനെ നീ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടല്ലോ, യേശു കർത്താവ് നിന്റെ വീടിനകത്ത് വന്നിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ ദൈവമക്കളെ ഭാരപ്പെടുന്നേ? നിന്റെ ജീവിതത്തിൽ നിന്റെ പടകിനകത്ത് അമരത്ത് തല വെച്ചുറങ്ങുന്നത് ഹല്ലേലൂയ ആ നല്ല ഇടയനാ, നല്ല ഇടയനാ. ഹല്ലേലൂയ. നല്ല ഒരു അപ്പൻ നിനക്കുണ്ട്, നല്ല ഒരു അപ്പൻ നിനക്കുണ്ട്. ലോകത്തിലെ സാധ്യതകളെല്ലാം അസ്തമിക്കുമ്പോൾ, ലോകത്തിലെ വഴികളെല്ലാം അടയുമ്പോൾ ഹല്ലേലൂയ നിനക്ക് വേണ്ടി കരുതുവാൻ ഒരു നല്ല അപ്പൻ നിന്റെ ഹല്ലേലൂയ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ഇത് കേട്ട് യേശുവിൻ്റെ മറുപടി കേട്ടിട്ട് അടുത്തത് ചെന്ന് ഈ മാതാവ് ശുശ്രൂഷക്കാരോട് പറഞ്ഞതാ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, കൽപ്പിക്കും. ഹല്ലേലൂയ. ഈ ശൂന്യതയ്ക്കകത്ത് ഒരു ദൈവമഹത്വം ഉണ്ടാകും. ഇതാ നമ്മുടെ അകത്ത് കയറേണ്ട വെളിപ്പാട്, ഇതാ നമ്മുടെ അകത്ത് കയറേണ്ട വെളിപ്പാട്. ഞാൻ പോകുന്ന പ്രതിസന്ധിക്കകത്ത് ഒരു ദൈവ മഹത്വം ഉണ്ടാകും. ഈ വെളിപ്പാടും ഈ ധൈര്യവും നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ കൂടാരത്തെ പിശാചിന് തൊടാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് പലപ്പോഴും ഈ വെളിപ്പാടിനെ, ഈ ചിന്തയെ, ഈ വിശ്വാസത്തെ പലപ്പോഴും പിശാച് മറിച്ച് കളയുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് എനിക്കൊരു വിടുതൽ ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് എനിക്കൊരു നന്മയുണ്ടാകുന്നില്ല? എന്തുകൊണ്ട് എനിക്കൊരു അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല? പലപ്പോഴും നമ്മുടെയൊക്കെ ചോദ്യമായത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഹല്ലേലൂയ ചോദ്യമായത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, കർത്താവ് അവിടെ ഉള്ളത് കൊണ്ട് അതിനകത്തൊരു ദൈവ മഹത്വം ഉണ്ടാകും. നിന്നോട് പറഞ്ഞ ദൈവശബ്ദങ്ങളില്ലേ, നീ കേട്ട ദൈവശബ്ദങ്ങളില്ലേ, അത് നീ എവിടെയോ കേട്ട് മറന്നു പോകാനുള്ളതല്ല. അത് നീ എവിടെയോ കേട്ട് മറന്നു പോകാനല്ല. നിന്റെ വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന, നിന്റെ വാഗ്ദത്തം അല്ലെങ്കിൽ ജീവിക്കുന്ന, നിന്റെ വാഗ്ദത്തം വെളിപ്പെട്ട് വരുന്ന ഒരു സമയമുണ്ട്. അത്രയും സെക്കൻഡ് കഴിഞ്ഞ് ആ സംഭവം അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ യേശു കർത്താവ് പറയുക, യേശു അവരോട്, ഞാനങ്ങ് വായിച്ചു വിടാമേ,
ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. പുറത്ത് കുറച്ച് കൽപാത്രങ്ങൾ കിടന്നു, ഉപയോഗശൂന്യമായത് പുറത്ത് കിടക്കുക. എന്നിട്ട് പറയാ അതിനെ വക്കോളം നിറയ്ക്കുക, വെള്ളം നിറയ്ക്കുക. ഞാനിങ്ങനെ ചിന്തിക്കുകയാണേ, ഈ കോരി നിറച്ച് കൊണ്ടുപോയി കൊടുത്തവരുടെ ഒരു ധൈര്യമേ. കോരുന്നതെല്ലാം പച്ചവെള്ളം, നിറച്ചത് പച്ചവെള്ളം. ഹല്ലേലൂയ. കൽഭരണിക്കകത്തൊഴിച്ചതും പച്ചവെള്ളം. പക്ഷെ അകത്തു കൊണ്ടുപോയപ്പോൾ, ഹല്ലേലൂയ, അകത്തു കൊണ്ടുപോയപ്പോൾ, ഹല്ലേലൂയ, ഇതാ നിന്റെ ലൈഫിനകത്ത് നടക്കുന്ന ട്വിസ്റ്റ്. ഹല്ലേലൂയ. കോരിയപ്പോൾ പച്ചവെള്ളമായിരുന്നു. ഹല്ലേലൂയ. ആ പാത്രത്തിനകത്തു നിന്ന് കൽഭരണിയിലേക്ക് ഒഴിച്ചപ്പോഴും പച്ചവെള്ളമാ വീണത്. വീഞ്ഞൊന്നുമല്ല കെണ്ടിന്ന് കോരിയത്, വീഞ്ഞൊന്നുമല്ല വീണത്. ഹല്ലേലൂയ. ഇങ്ങനെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുമ്പോഴും പച്ചവെള്ളമായിരുന്നു. ഹല്ലേലൂയ. കിണർക്കരയെ വെച്ച് പച്ചവെള്ളം വീഞ്ഞായിരുന്നെങ്കിൽ അകത്ത് ഇരിക്കുന്ന ജനം മുഴുവനെ കിണറ്റിക്കരെ നിന്ന് ഭയങ്കര പ്രശ്നവും ഭയങ്കര ഇടിയും തള്ളുവായേനെ. കാരണം വീഞ്ഞ് കുടിക്കാനേ. പക്ഷെ അതൊന്നുമല്ല, ദൈവം എല്ലാം നന്നായി ചെയ്യും. അകത്തു കൊണ്ടുപോയി വിരുന്ന് വാഴിക്ക് കൊടുപ്പീൻ. ഹല്ലേലൂയ. നിന്നോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നീ അങ്ങ് കോരി കൊടുത്താൽ മതി. ഹല്ലേലൂയ. അത് പച്ചവെള്ളമാണെങ്കിലും അതിനകത്തൊരു ദൈവ മഹത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ധൈര്യമായി കോരിക്കൊടുത്തു. ഞാൻ അവരുടെ ചങ്കൂറ്റത്തെ ഹല്ലേലൂയ ഞാൻ അങ്ങ് ചിന്തിക്കുകയാണ്. നമ്മളാണെങ്കിൽ ഒന്ന് മടിക്കും. ഹല്ലേലൂയ. വീഞ്ഞ് തീർന്ന് വീഞ്ഞില്ലെന്ന് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. നോക്കിക്കേ, ഇപ്പൊ പറയും പച്ചവെള്ളം കോരിയിട്ട് ഇത് കൊണ്ടുപോയി അകത്ത് കൊടുക്കാൻ. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ പറയും, യേശു കർത്താവേ ഇത് ഞാൻ ഇപ്പൊ ചെയ്യണോ? ഹല്ലേലൂയ. ഇതെന്നെ കൊണ്ട് പറ്റുമോ? ഹല്ലേലൂയ. ഇതെങ്ങനെ ഞാൻ കൊണ്ട് കൊടുക്കുന്നത്? വീഞ്ഞ് തീർന്നെന്ന് പറഞ്ഞെടുത്ത് കിണറ്റീന്ന് കോരിയ പച്ചവെള്ളം, അതും എവിടെയോ ശൂന്യമായി കിടന്ന ഒരു പാത്രം, കൊള്ളാത്ത ഒരു പാത്രത്തിനകത്ത് കോരിക്കൊണ്ട് കൊടുക്കാൻ പറയുന്നു. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ രണ്ട് ശുശ്രൂഷ നടക്കുകയാ. ഒന്ന്, ഉപയോഗശൂന്യമായത് അകത്ത് കയറുന്ന ഒരു വിടുതല്. ഉപയോഗശൂന്യമായി, ആരും നോക്കാതെ, ആരും ശ്രദ്ധിക്കപ്പെടാതെ, ആരും ഉപയോഗിക്കാതെ എല്ലാവരും കളഞ്ഞത് അകത്ത് കയറുന്ന ഒരു ശുശ്രൂഷ. രണ്ട്, ഹല്ലേലൂയ, അതിനകത്ത് കയറിയത് പലരും രുചിച്ചു നോക്കുന്ന ഒരു ശുശ്രൂഷ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്നെ പറ്റി ഒരു ദൈവ ശബ്ദം ഉണ്ടെങ്കിൽ, ആരെല്ലാം നിന്നെ ഉപയോഗശൂന്യമെന്ന് പറഞ്ഞാലോ, നീ പ്രയോജനപ്പെട്ടില്ലെന്ന് പറഞ്ഞാലോ, നിന്നെ കൊണ്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലോ, ആരും നിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലോ, നിന്നെ അകത്ത് കയറ്റി മാനിക്കുവാൻ, ചിലരോട് കൽപ്പിച്ചാക്കുന്ന രാത്രിയാണെന്ന് ഞാൻ പറഞ്ഞാൽ, അതിനെ സ്വീകരിക്കാവുന്നവർ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. പുറത്ത് കിടക്കുന്ന ചിലതൊക്കെ ഇന്ന് അകത്ത് കയറുകയാ. മാന്യതയില്ലെന്ന് പറഞ്ഞ ചിലതൊക്കെ ഇന്ന് മാന്യതയാകുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ നോക്കാതെ പോയ പലരും ഉണ്ട്. ഈ പാത്രത്തെ ഇന്നലെ വരെ ശ്രദ്ധിക്കാത്തവര്, ഇന്നലെ വരെ ഈ പാത്രത്തെ ഉപയോഗിക്കാത്തവര്, നോക്കുക പോലും ചെയ്യാത്ത പലരും അവിടെ കാണും. പക്ഷെ അടുത്ത സെക്കൻഡ് കഴിഞ്ഞപ്പോ, ഹല്ലേലൂയ, ദൈവ ശബ്ദം വന്നപ്പോ ഉപയോഗശൂന്യമായി എല്ലാവരും തള്ളിക്കളഞ്ഞത് അകത്തു കയറിയെങ്കിൽ, ഏപ്രിൽ മാസം ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാ, നിന്നെ ചില മാന്യതയ്ക്കകത്തേക്ക്, ഹല്ലേലൂയ, രാജകീയ കസേരയ്ക്കകത്തേക്ക് ഒരു റോയൽ എൻട്രി, അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാ, ഒരു റോയൽ എൻട്രി ചിലതിന് ദൈവം തുറക്കുന്നു. സൂസനാന്റിയെ സ്വീകരിച്ച ഒരു ഭയങ്കരമായ ശക്തമായ ദൈവ സാന്നിധ്യം ഞാൻ കാണുകയാ. ഒരു റോയൽ എൻട്രി ഈ ഏപ്രിൽ മാസം നിനക്ക് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുകയാ. സ്വീകരിച്ച യേശുവിന്റെ നാമത്തിൽ.
ഹല്ലേലൂയ. നാളിതുവരെ ഇവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഈ കൽപ്പരണി ആരെയും ശ്രദ്ധിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ ആരും വേണ്ടെന്ന് പറഞ്ഞ്, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, ഇതിനൊരു മനോഹരവും ഇല്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതാണെങ്കിലും നിന്നെ അകത്തു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. നിന്നെ എവിടൊക്കെയോ മാന്യതയാക്കുവാൻ, നിന്നെ എവിടൊക്കെയോ ഉപയോഗിക്കുവാൻ എന്തോ പരിശുദ്ധാത്മ പ്രവചിക്കുകയാ. ഹല്ലേലൂയ. ദൈവ ശബ്ദം കേട്ട ദൈവ ശബ്ദത്തിൽ നിന്നെ ഉപയോഗിക്കുവാൻ ഈ ഏപ്രിൽ മാസം കർത്താവ് ചിലരെ അകത്തേക്ക് കൊണ്ടുവരികയാ, അകത്തേക്ക് കൊണ്ടുവരികയാ. നാളുകൾക്ക് മുന്നമേ നീ കേട്ട ദൈവ ശബ്ദം എവിടെയോ 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 ഇന്ന് മാറി കിടക്കുകയാ. എവിടെയോ പുറംപറമ്പിലാ ഇപ്പൊ കിടക്കുന്നത്, എവിടെയോ ഉപയോഗശൂന്യമായ കിടക്കുന്നത്. നാളുകൾക്ക് നീ മുന്നമേ നീ കേട്ട ദൈവ ശബ്ദമില്ലേ, പ്രാപിക്കുവാൻ കഴിയാതെ, പ്രാപിക്കുവാൻ കഴിയാതെ, അകത്തു വരുവാൻ കഴിയാതെ, ഉപയോഗിക്കപ്പെടുവാൻ കഴിയാതെ നിന്റെ തലമുറ എവിടെയെങ്കിലും മാറിയിരിപ്പുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ചിലതിനെ കൊണ്ടുവരൂ, ഇന്ന് രാത്രി ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരൂ. ഹല്ലേലൂയ. പുറംപറമ്പിൽ കിടക്കുന്ന ചിലത് അകത്തു കയറുന്ന, വേണ്ടെന്ന് പറഞ്ഞ ചിലത് അകത്തു കയറുന്ന, ഉപയോഗിക്കുവാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ചിലത് അകത്തു കയറുന്ന ചില തലമുറകളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. ചില തലമുറകൾ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങുകയാ, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ. ഹല്ലേലൂയ. ചിലരെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട്, ചിലരെയൊക്കെ മാറ്റി നിർത്തിയിട്ട്, ചിലരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നിനക്ക് വേണ്ടി ദൈവം വഴിവെട്ടി തെളിക്കുന്നത് പോലെ കേട്ട ദൈവ ശബ്ദം ചില തലമുറകളുടെ മേൽ ഉരുവാകുന്നെന്ന് പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ആരാ ദൂത് സ്വീകരിക്കുന്നത്? കേട്ട ദൈവ ശബ്ദം ചില തലമുറകളുടെ മേൽ ഉരുവാകുന്ന. നിന്റെ തലമുറയെ പറ്റി ഒരു ദൈവ ശബ്ദമുണ്ടെങ്കിൽ, നിന്റെ തലമുറ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമെന്ന് നീ എന്നെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്നെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മടുത്തു പോകാതെ അത് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോ. മടുത്തു പോകാതെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോ. ഈ പദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അകത്തേക്ക് പെട്ടെന്ന് കയറുന്ന ഒരു പദം, ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മൂള പുറപ്പെടൂ. ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മൂള പുറപ്പെടൂ. ആരെല്ലാം മാറ്റി നിർത്തിയാലോ, ആരെല്ലാം വേണ്ടെന്ന് പറഞ്ഞാലോ ഒരു മൂള പുറപ്പെടും. വീട്ടിനകത്ത് വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാ. അപ്പനും അമ്മയും മറന്നു, ചേട്ടന്മാര് മറന്നു, ആരും വിളിച്ചില്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഈശായുടെ കുറ്റിക്കകത്ത് നിന്ന് ഹല്ലേലൂയ ഒരു മൂള പുറപ്പെടോ. ഒരുവൻ എഴുന്നേക്കോ. അടുത്ത രാജ കസേരയിൽ ഇരിക്കുവാൻ, അടുത്ത രാജാവായി ഇരിക്കുവാൻ ഒരുവൻ എഴുന്നേക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവൻ എഴുന്നേക്കോ. എന്തോ ചില മാതാക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. കേട്ട ദൈവ ശബ്ദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാൻ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാ. ചിലതിനെ ദൈവ രാജ്യത്തിന് വേണ്ടി നിർത്തുവാൻ പരിശുദ്ധ ആത്മാവിന് പദ്ധതി ഉണ്ടെന്ന്. ഇപ്പോഴത്തെ സാഹചര്യം നീ ചിന്തിക്കണ്ട, സാധ്യതകൾ ചിന്തിക്കണ്ട. തക്ക സമയമാകുമ്പോ അകത്ത് പിടിച്ച് കയറ്റുന്നത് പോലെ. എനിക്കറിയത്തില്ല, ചില തലമുറയുടെയൊക്കെ കരത്തിൽ പിടിച്ച് ഹല്ലേലൂയ ആരോ അകത്തേക്ക് കയറ്റുന്നത് പോലെ. യേശുവിന്റെ നാമത്തിൽ ആരെല്ലാം നിന്നെ മറന്നുപോയാലോ നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ആരെല്ലാം നിന്നെ മറന്നുപോയാലോ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കേട്ടതുണ്ടോ മാതാപിതാക്കളെ? എന്തെങ്കിലും നിന്റെ തലമുറയെ പറ്റി കേട്ടതുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളതൊന്ന് ഓർത്തെടുക്കണം. ഓർത്തെടുക്കണം. എന്നിട്ട് എന്താ, അതിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അല്ലെ വിശ്വാസത്തിൽ നിങ്ങളത് പ്രഖ്യാപിക്കണം. ഇന്ന നിലയിലാകുമെന്ന്, ഇന്ന പോലെ ആകുമെന്ന് കർത്താവേ നീ പറഞ്ഞിട്ടുള്ളത് ഹല്ലേലൂയ അത് നടക്കുന്ന സമയമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞു, കൽഭരണികൾ എടുത്തോണ്ട് വാ, ഇതിനകത്ത് വെള്ളം നിറയ്ക്ക്, വെള്ളം കോര്. ഞാൻ ചോദിക്കട്ടെ, കോരിയപ്പോൾ പച്ചവെള്ളം, ഒഴിച്ചപ്പോൾ പച്ചവെള്ളം, കൊണ്ടുപോയപ്പോൾ പച്ചവെള്ളം, എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? കർത്താവ് എന്തെങ്കിലും പറയാൻ നീ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ദൈവം ചിലത് നിനക്ക് വേണ്ടി ചെയ്യും. പലപ്പോഴും സ്റ്റെപ്പ് വെക്കാൻ മടിയല്ലേ? ഹല്ലേലൂയ. ചിലപ്പോൾ സ്റ്റെപ്പ് വെക്കാൻ ധൈര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ധൈര്യമായി സ്റ്റെപ്പ് വെക്ക, ധൈര്യമായി സ്റ്റെപ്പ് വെക്ക. നീ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, നീ ഒരു വട്ടം തയ്യാറാണെങ്കിൽ തമ്പുരാൻ 100 വട്ടം റെഡിയാ. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല. ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വേദഭാഗം ഞാൻ തന്നെ അങ്ങ് വായിക്കാം, സമയത്തിന്റെ കുറവ് പോലും. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാ. ദൈവം തന്നോട് കൽപ്പിച്ചത്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ഹല്ലേലൂയ, എല്ലാം ഉണ്ടാക്കി. മനുഷ്യൻ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. അപ്പം ദൈവം ഉണ്ടാക്കിയ ജനം അല്ലെ മനുഷ്യൻ ഭൂമിയിൽ ദുഷ്ടത ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനകത്ത് ഒരുവന് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയാണ്, നോഹ. ഹല്ലേലൂയ. അവനൊരു ദൈവകൃപ, കൃപ ലഭിക്കുക. ദുഷ്ടത കൊണ്ട് ഒരു ജനം മുഴുവൻ ദുഷ്ടതയിൽ കിടക്കുകയാണ്. പക്ഷെ അതിനകത്തും ഡിഫറൻ്റ് ആയ ഒരുവൻ. ഈ ലോകത്തിൽ എന്ത് നടന്നാലും ദൈവ കൽപ്പനയ്ക്കനുസരിച്ച് നിൽക്കുന്ന നിനക്ക് ഒരു ദൈവ ശബ്ദമുണ്ട്. ഹല്ലേലൂയ. നിന്നെ തേടി ഒരു ദൈവ ശബ്ദമുണ്ട്. ഈ ലോകം ഒരുപക്ഷെ നശിച്ചു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തലമുറ എവിടെങ്കിലുമൊക്കെ പോകുമ്പോൾ അവിടെ പല സ്വഭാവത്തിലുള്ള ഹല്ലേലൂയ പലരും കാണും. പക്ഷെ ഞാൻ പറയാം, അതിൻ്റെ നടുവിൽ ഡിഫറൻ്റായി നിൽക്കുന്നവൻ ഒരു ദൈവ ശബ്ദമുണ്ട്. അവനാണ് കൃപ ലഭിച്ചവൻ. ഹല്ലേലൂയ. ആ തലമുറയിൽ കൃപ ലഭിച്ച ഒരു വ്യക്തിയാണ് നോഹ. കൃപ ലഭിച്ച വ്യക്തി ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. വലിയൊരു ജലപ്രളയം, അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ ഇവിടെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുകയാ. പറഞ്ഞു, ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. പക്ഷെ നിന്നെ ഞാൻ അതിനകത്തു നിന്ന് മറയ്ക്കും, നിന്നെ ഞാൻ അതിനകത്ത് സൂക്ഷിക്കും. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ, ദൈവ ശബ്ദത്തിനു വേണ്ടി നിൽക്കുന്നവൻ ദേശത്ത് നശിച്ചു പോകത്തില്ല. ദേശം മുഴുവനും ദുഷ്ടത കൊണ്ടുവന്നാൽ, ദേശം മുഴുവനും പാപം ചെയ്യുമ്പോഴും അതിൽ നിന്നെല്ലാം മാറി നിന്ന്, അവിടെ നോഹയെ പറ്റി എഴുതി വച്ചിരിക്കുകയാ. ഹല്ലേലൂയ. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. 2, നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവത്തോടു കൂടെ നടക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു ദൈവ ശബ്ദമുണ്ട്. ഈ ഏപ്രിൽ മാസം നീ ദൈവത്തോട് കൂടെയൊന്ന് നടക്ക്. ഈ ഏപ്രിൽ മാസം ദൈവത്തോട് കൂടെയൊന്ന് നടക്ക്. ദേശം മുഴുവനോ ജലപ്രളയം കൊണ്ട് നശിക്കുമ്പോഴോ സകലതും ചത്തൊടുങ്ങുമ്പോഴോ ഞാൻ പറയാം, നിന്നെ മറയ്ക്കുന്ന ഒരു ദൈവം. അതിന്റെ കൂട്ടത്തിൽ നീ വീഴത്തില്ല. അതിന്റെ കൂട്ടത്തിൽ നീ മരിക്കത്തില്ല. അതിന്റെ കൂട്ടത്തിൽ അതിന്റെ കൂട്ടത്തിൽ നീ നശിച്ചു പോകത്തില്ല. നിനക്ക് വേണ്ടി ഒരു പെട്ടകം റെഡിയാക്കി
നിന്റെ തലമുറയ്ക്ക് വേണ്ടി വേറെ ആരും കയറിയില്ല. താനും തൻ്റെ തലമുറകളും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതിനു വേണ്ടി തയ്യാറായി നീ അതിനു വേണ്ടി ചെയ്താൽ നീയും നിന്റെ തലമുറയും നശിച്ചു പോകത്തില്ല. നീയും നിന്റെ തലമുറയും നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. പിന്നത്തേതിൽ നിനക്ക് പറയാൻ കഴിയും, കർത്താവേ, തലമുറ തലമുറയായി ദൈവം ഞങ്ങളുടെ സങ്കേതമാകുന്നെന്ന്. ഹല്ലേലൂയ. എത്ര പേര് ആത്മാവിൽ അത് കാണുന്നുണ്ട്? നീയും നിന്റെ തലമുറയും നശിച്ചു പോകുമെന്ന് പലരും നിന്നെ ചൊല്ലി പറയുമ്പോ നീയും നിന്റെ തലമുറയും ഇല്ലാതാകുമെന്ന്, നിന്റെ തലമുറ ഗതി പിടിക്കത്തില്ലെന്ന്, നിന്റെ തലമുറ ഗതി പിടിക്കത്തില്ലെന്ന്, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസം നടക്കത്തില്ലെന്ന്, അവൻ ഒരു ഗതിയുമില്ലാതെ വീട്ടിൽ തിരിച്ചു വരുമെന്ന് പറയുന്നവർ അവരുടെ മുന്നിൽ നീ പ്രതികരിക്കണ്ട. നീ നീതിമാനായി നിഷ്കളങ്കനായി ദൈവത്തോട് കൂടെ നടന്നാൽ ഈ തലമുറയിൽ നിനക്ക് വേണ്ടി മറുപടി പറയുവാൻ, നിന്നെ സൂക്ഷിക്കുവാൻ, നിന്നെ കരുതുവാൻ ഒരു ദൈവമുണ്ട്. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ, നോഹ അതിനവിടെ വേറൊന്നും പറഞ്ഞില്ല, മറ്റൊന്നും പറഞ്ഞില്ല. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ നീ അതങ്ങ് ചെയ്യാൻ റെഡിയാണെങ്കിൽ, അബ്രഹാമിനോട് ഭയങ്കര പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു, നിന്റെ മകനെ എനിക്ക് യാഗം കഴിക്കണം, നിന്റെ മകനെ എനിക്ക് യാഗം കഴിക്കണം. ഒരു പിതാവിൻ്റെ അവസ്ഥ. പക്ഷെ മടി കൂടാതെ താൻ അതിനു വേണ്ടി, കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് ചെയ്യാൻ റെഡിയായാൽ, ഹല്ലേലൂയ, ഞാൻ പറയാം, നിനക്ക് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ കർത്താവ് അവിടെ ഒരുക്കി വെക്കും. നീ റെഡിയായാ മതി. ആട്ടുകൊറ്റൻ നിനക്ക് വേണ്ടി. നീ കയറുന്ന അതേ സ്പീഡിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. അബ്രഹാം കയറി വരുന്ന അതേ സ്പീഡിൽ അബ്രഹാമിന് വേണ്ടി അങ്ങേ തലയ്ക്ക് ഒരാട്ടുകൊറ്റൻ റെഡിയായി, ഒരാട്ടുകൊറ്റൻ റെഡിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേരാ ദൂത് സ്വീകരിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സ്റ്റെപ്പ് ധൈര്യമായിട്ട് വെച്ചോ. പരിശുദ്ധാത്മാവ് ആരോട് പ്രവചിക്കുകയാ? ചില വിഷയത്തിനകത്ത് സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ കഴിയാതെ, തീരുമാനമെടുക്കുവാൻ കഴിയാതെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന കർത്താവേ, ഞാനത് ചെയ്യണമോ, ഞാനത് ചെയ്യണമോ, ചെയ്യുന്നത് ശരിയായിരിക്കുമോ, ഞാൻ എടുക്കുന്ന ഹല്ലേലൂയ തീരുമാനം കറക്റ്റ് ആയിരിക്കുമോ? ചിന്തിക്കുന്ന ആരോ പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് രാത്രി ആരോട് പ്രവചിക്കുകയാ? ധൈര്യമായി സ്റ്റെപ്പ് എടുത്ത് വെക്ക്. ആൽവിനെ മോനെ, നീ ധൈര്യമായി സ്റ്റെപ്പ് എടുത്ത് വെച്ചോ. ഈ തലമുറയിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ നിന്റെ മേൽ അസാധാരണമായ ഒരു കൃപയുടെ സകല എണ്ണവും നശിച്ചു പോകുമ്പോ, സകല എണ്ണവും ജലപ്രളയത്തിനകത്ത് ഇല്ലാതെയായപ്പോൾ നോഹയും തന്റെ കുടുംബവും തലമുറയും ഒന്നുപോലും നശിച്ചില്ല. ഹല്ലേലൂയ. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാൻ ധൈര്യമായി റെഡിയായിക്കോ. നിന്റെ കുടുംബത്തെ നോക്കി കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ, നിന്റെ സമയത്തെ നോക്കി കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ധൈര്യമായി നീ ടൈം വിട്ടുകൊടുത്തേക്കണം. ഹല്ലേലൂയ. നിന്റെ ആരോഗ്യത്തെ നോക്കി നീ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് പറഞ്ഞാൽ ധൈര്യമായി ചങ്കുറ്റത്തോടെ നിൽക്കാൻ തയ്യാറാകണം. നിനക്ക് വേണ്ടി കർത്താവ് ചില മേഖലകളെ തുറക്കൂ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുകയാ, ധൈര്യമായി നിൽക്കുവാൻ. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാൻ. വായിച്ച കുറിവാക്യം ഇങ്ങനെ പറയുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അസാധാരണമായ ഒരു ഭയങ്കര ദൈവിക ദൂത്. അത് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചപ്പോൾ ഞാൻ ആ ദൂത് എൻ്റെ ലൈഫിനകത്ത് ഏറ്റെടുക്കുക. കർത്താവ് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് മടി കൂടാതെ എവിടെങ്കിലുമൊക്കെ ഞങ്ങൾ കർത്താവെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും ദൈവശബ്ദത്തിന് ഞങ്ങൾ മറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ, അകലം വിട്ട് ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവശബ്ദത്തിന് മുന്നിൽ ഒരു പടി കൂടെ ഞാൻ അടുക്കുകയാണെന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. അകലം വിട്ട്
പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിരുന്നു. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിരിപ്പാൻ ആ മാറോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന് ഇനിയുള്ള നാം പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാം പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യ. എനിക്കറിയാം, ചെറുടെ ഹൃദയത്തിനകത്ത് അസാധാരണമായൊരു ദൈവ സാന്നിധ്യം കാണുകയാണ്. ദൈവരാജ്യത്തിനു വേണ്ടി നിൽക്കുവാൻ പലതവണ ദൈവ ശബ്ദം കേട്ടിട്ടും കർത്താവേ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ്, എങ്ങനെ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ് അകന്ന് നിൽക്കുന്ന, മാറി നിൽക്കുന്ന ആരോടോ സ്വർഗത്തിലെ ദൈവം ഇന്ന് പറയുകയാ, ഹല്ലേലൂയ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നീ അതങ്ങ് ചെയ്യാൻ തയ്യാറാക്. നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറാക്. നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവ മഹത്വം വെളിപ്പെടുമെന്ന് പരിശുദ്ധയാത്മാവ് ആലോചന കൈമാറുകയാ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. കേൾപ്പിച്ച ദൈവ ശബ്ദത്തിന് മുന്നിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, ഞാൻ അതിന് തയ്യാറാ. അങ്ങ് പറഞ്ഞത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണെന്നൊന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരെന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സ്റ്റെപ്പ് വെക്കാൻ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കർത്താവെ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവരുടെ മേൽ അസാധാരണമായ ദൈവ സാന്നിധ്യം തുറക്കട്ടെ. കർത്താവെ, ഷീൻ ആന്റണിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറഞ്ഞത് ചിലത് ചെയ്യുവാൻ കഴിയാതെ എവിടേക്കോ താൻ മുരടിച്ചതുപോലെ പരിശുദ്ധയാത്മാവനോട് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. എവിടേക്കോ നിനക്ക് ദൈവം നാമത്തിന് നിൽക്കുവാൻ കഴിയാതെ എവിടെയോ ഒതുങ്ങിപ്പോയതിനെ സ്വർഗത്തിലെ ദൈവം ഈ ഏപ്രിൽ മാസം ഹല്ലേലൂയ പുറംപറമ്പിൽ കിടന്ന കൽഭരണി അകത്തു കയറിയതുപോലെ ചില മേഖലകളിൽ കർത്താവ് നിന്നെ അകത്തു കയറ്റുന്നെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. കർത്താവേ, ആ ദൈവ സാന്നിധ്യം തൊടട്ടെ. ഇന്ന് ജോയിൻ ചെയ്ത, പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പറഞ്ഞത് ധൈര്യത്തോടെ ചെയ്യുവാൻ, അതവരുടെ ഏതു മേഖലകളിലാണെങ്കിലും, സാമ്പത്തിക മേഖലകളിലാണെങ്കിലും, ശാരീരിക മേഖലകളിലാണെങ്കിലും, അവരുടെ ശുശ്രൂഷ മേഖലകളിലാണെങ്കിലും, അവരുടെ വിശ്വാസ ജീവിതത്തിലാണെങ്കിലും, കർത്താവേ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും അതുപോലെ ചെയ്യുവാൻ കർത്താവേ ദൈവം ഈ ജനത്തെ അഭിഷേകത്തോടെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരെ എല്ലാം അനുഗ്രഹിച്ചാട്ടെ. എല്ലാവരെയും ദൈവം സഹായിക്കണമേ. ഈ ആഴ്ച ഇവർക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവ ശബ്ദത്തിൽ മൂവ് ചെയ്യുന്ന ഒരാഴ്ചയായി, ദൈവ ശബ്ദത്തിൽ മൂവ് ചെയ്യുന്ന, ദൈവ ശബ്ദത്തിൽ ചലിക്കുന്ന ഒരാഴ്ചയായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യും. മഹത്വം അങ്ങെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരുന്ന ആഴ്ചയിൽ നമുക്ക് ഇതേ ലിങ്കിൽ ജോയിൻ ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവ ശബ്ദത്തിന് മുന്നിൽ സ്റ്റെപ്പുകൾ വെക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.